ചെയ്യാനായിട്ട് നമുക്ക് ഇതുപോലത്തെ ഒരു പ്രിന്റഡ് ടിഷ്യൂ വേണം. ഈ പ്രിന്റഡ് ടിഷ്യൂവിന് ഒരു 35 to 40 റുപ്പീസേ ഉള്ളൂ. പക്ഷെ ഓൺലൈൻ ചില സൈറ്റ്സിൽ ഭയങ്കര വില കൂടുതലാണ്. ശരിക്കുള്ള ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 35 റുപ്പീസിനാണ് എനിക്ക് കിട്ടിയത്. പിന്നെ ഇത് അക്രിലിക് കളേഴ്സ് ആണ്, വൈറ്റ് കളർ. ഈ വൈറ്റ് കളർ നമുക്ക് 20 രൂപയുടെ കുഞ്ഞൊരു ബോട്ടിലായാലും മതി. അപ്പോൾ നമ്മൾ അക്രിലിക് പെയിന്റ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമുക്ക് ചോക്ക് പെയിന്റ് ഉപയോഗിക്കാം. ചോക്ക് പെയിന്റ് ആക്ച്വലി ഡെക്കോപേജിന്റെ കൂടെ നല്ലതായിട്ട് പോവും, നല്ല ഭംഗിയാണ് ചോക്ക് പെയിന്റ് അടിച്ചു കൊടുക്കുകയാണെങ്കിൽ. പിന്നെ നമുക്ക് വേണ്ടത് ഡെക്കോ മാജിക് എന്ന് പറഞ്ഞ ഒരു ഡെക്കോപേജ് ഗ്ലൂ ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമുക്ക് മോഡ് പോഡ്ജ് ആയാലും മതി, ഏതെങ്കിലും ഒരു ഡെക്കോപേജ് ഗ്ലൂ വേണം. ഇനി നമുക്ക് നമ്മുടെ ഡെക്കോപേജ് ഗ്ലൂവും ചോക്ക് പെയിന്റും ഒക്കെ അവൈലബിൾ അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഹോം മെയ്ഡ് ആയിട്ട് ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഫസ്റ്റ് ഞാൻ നമ്മുടെ ചോക്ക് പെയിന്റ് നല്ലതായിട്ട് വരാൻ വേണ്ടി നമുക്കൊരു ബേസ് ആയിട്ടാണ് ഞാൻ ഇവിടെ ഒരു വൈറ്റ് പെയിന്റ് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് നമ്മുടെ ടിഷ്യൂ നോക്കിയിട്ട് ഇതിലേത് പടമാണ് നമുക്ക് വേണ്ടതെന്ന് തീരുമാനിക്കാം. അതുപോലെ നമ്മുടെ ഈ ഒരു പടം നമ്മൾ സിസേഴ്സ് വെച്ച് കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ അതിന് ഷാർപ്പ് എഡ്ജസ് വരും. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ കുറച്ച് വെള്ളവും ഒരു ബ്രഷും ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് നനച്ചു കൊടുക്കുകയാണ്. അതുപോലെ നമ്മുടെ ടിഷ്യൂവിന് 2 ലെയേഴ്സ് ഉണ്ട്. അപ്പോൾ അതിലെ ആ ഫസ്റ്റ് ലെയർ ഞാൻ ഇളക്കി മാറ്റി, എന്നിട്ട് ഇത് മെല്ലെ ഒന്ന് കീറിയെടുക്കാം. നമുക്ക് ഷാർപ്പ് എഡ്ജസ് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഈ വെള്ളം ഇങ്ങനെ നനച്ച് ഇതുപോലെ കീറിയെടുക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ ഡെക്കോപേജ് ഗ്ലൂ എടുത്ത ശേഷം ഒരു തിൻ കോട്ടായി അപ്ലൈ ചെയ്ത് കൊടുക്കാം ബോട്ടിലോട്ട്. കുറച്ച് തിന്നായിട്ട് വേണം നമ്മൾ അപ്ലൈ ചെയ്യാൻ, ഒത്തിരി കട്ടിക്ക് അപ്ലൈ ചെയ്യരുത്. നമുക്ക് നമ്മുടെ ആ ടിഷ്യൂ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇത് നമ്മുടെ സെന്ററിൽ നിന്ന് സൈഡിലോട്ട് പതുക്കെ ഒട്ടിച്ചു കൊടുക്കാം. കാരണം നമുക്ക് റിങ്കിൾസ് വരാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. മാക്സിമം നമ്മൾ റിങ്കിൾസ് അവോയ്ഡ് ചെയ്ത് സെന്ററിൽ നിന്ന് പതുക്കെ സൈഡിലോട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ ഡെക്കോപേജ് ഗ്ലൂ വെച്ച് ഈ ഒരു പടം നമുക്കൊന്ന് സീൽ ചെയ്യണം. അതിന് നമ്മൾ ഇതിന്റെ മുകളിൽ കൂടെ ഒരു കോട്ടും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ ചോക്ക് പെയിന്റ് വെച്ചൊന്ന് കവർ ചെയ്യാൻ പോവാണ് ഈ ബോട്ടിലിൽ. ആ ഒരു പടത്തിന് ചുറ്റുമാണ് ഞാൻ കവർ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇതിന് പകരം നമ്മുടെ വൈറ്റ് പെയിന്റ് അടിച്ചു കഴിഞ്ഞ ശേഷം ഒരു ചോക്ക് പെയിന്റിന്റെ ഒരു കോട്ട് ചെയ്തിട്ട് ഡെക്കോപേജ് ചെയ്താലും മതി. ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിനി ആ വൈറ്റ് സൈഡ്സ് ഉള്ളിടത്തെല്ലാം ഈ ഒരു ചോക്ക് പെയിന്റ് വെച്ച് സ്പോഞ്ച് വെച്ചൊന്ന് കവർ ചെയ്ത് കൊടുക്കുകയാണ്.